ഫെറാൻ ടോറസ് അദ്ദേഹത്തിന് ഇപ്പോ ബാർസലോണയിൽ നിന്ന് PSG സൈൻ ചെയ്തിരുന്നു. അപ്പൊ PSG സൈൻ ചെയ്യുന്ന സമയത്ത് ഫെറാൻ ടോറസിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് PSG സെലക്ട് ചെയ്തതെന്ന്. അപ്പൊ ഫെറാൻ ടോറസ് പറഞ്ഞൊരു ഉത്തരമുണ്ട്, എനിക്കിവിടെ വന്ന് കളിക്കണം, കുറെ ട്രോഫീസ് നേടണം, അതുകൊണ്ടാണ് ഞാൻ PSG സെലക്ട് ചെയ്തത്. തുറന്ന ഇതിൽ തന്നെ ആള് തുറന്നു പറഞ്ഞു കാര്യങ്ങളെല്ലാം. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആദ്യമായി കളിക്കാൻ പോകുന്നത് PSG വേണ്ടി ഒഫീഷ്യലായി കളിക്കാൻ പോകുന്നത് ട്രോഫി ഡെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, PSG വേഴ്സസ് ലെൻസ് ആണ് മത്സരം. അദ്ദേഹം ഇറങ്ങുന്നു, മത്സരം PSG തോൽക്കുന്നു. എന്താ പറയാ, ആദ്യ ഫൈനൽ തന്നെ അദ്ദേഹത്തെ സൈൻ ചെയ്തതിനു ശേഷം PSG തോൽക്കുന്നു. അദ്ദേഹം ട്രോഫികളൊക്കെ നേടാൻ വന്നാണ്, ആദ്യ ട്രോഫി നേടാനുള്ള ഒരു അവസരമായിരുന്നു. ലെൻസിനോട് 1-0 തോൽക്കുന്നു. എന്താ ചെയ്യാലേ, ഒരു മാൻഡ്രാക്ക് വന്ന പോലെയാവോ ഇനി കാര്യങ്ങൾ. കാരണം 2 ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ച് ഫോമിൽ നിൽക്കാണ് PSG ഇപ്പൊ ആരും ഒരു എതിരാളി യൂറോപ്പിൽ സത്യം പറഞ്ഞില്ല. ഈ സീസണിലല്ല ഞാൻ പറയണത്, കഴിഞ്ഞ സീസൺ വരെ ഫോം വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നല്ല നല്ല ടീമുകൾ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ലെൻസിനെ പോലെ ഫ്രഞ്ച് ലീഗിലെ ഒരു ടീമിനോട് അടിയറവ് പറയാന്ന് പറഞ്ഞാൽ അത് മൂല്യം എടുത്തതിന് ലെൻസൊക്കെ എവിടെ കിടക്കണം, PSG മൂല്യം എവിടെ കിടക്കണം. അത്രയും സാലറി ഒക്കെ മേടിക്കുന്ന അത്രയും ഫണ്ടുള്ള ഒരു ടീമാണ് PSG, വമ്പൻ ബൾക്ക് ടീമാണ്. അവർ 1-0 തോൽപ്പിച്ചിരിക്കുന്നു ലെൻസ്. സോ ലെൻസ് ട്രോഫി ഡെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു. സീസണിലെ ആദ്യ ട്രോഫി തന്നെ ലെൻസ് സ്വന്തമാക്കി. PSG നഷ്ടം. പക്ഷെ ഫെറാൻ ടോറസ് ഇനി വെറുതെ ഇരിക്കും തോന്നുന്നില്ല, അദ്ദേഹം അധ്വാനിച്ച് കളിക്കട്ടെ, അദ്ദേഹം വന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കട്ടെ. പക്ഷെ എന്നാലും മാൻഡ്രാക്ക് ആവരുതെന്നേ എനിക്ക് പറയാനുള്ളൂ.